കേന്ദ്രീകരിച്ച് ജില്ലാ സമ്മേളനങ്ങളിലേക്ക് കടക്കുന്ന CPM-ന് തലവേദനയായിട്ട് പ്രാദേശിക വിഭാഗീയത. കൊല്ലം കരുനാഗപ്പള്ളിയിൽ വിഭാഗീയതയ്ക്കെതിരെ ചില നടപടിയെടുത്തെങ്കിലും പത്തനംതിട്ട തിരുവല്ലയിലെ പ്രശ്നം ഇതുവരെ പരിഹരിച്ചിട്ടില്ല. തിരുവല്ലയിലെ പ്രാദേശിക നേതാക്കളുമായിട്ട് CPM ജില്ലാ നേതൃത്വം ഇന്ന് ചർച്ച നടത്തിയേക്കും. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലെ പ്രാദേശിക പ്രശ്നവും നേതൃത്വത്തിന് പരിഹരിക്കാനായിട്ടില്ല. സമ്മേളനങ്ങളിൽ മത്സരം പാടില്ല എന്ന നിർദ്ദേശം സംസ്ഥാന നേതൃത്വം നേരത്തെ തന്നെ നൽകിയതാണ്. അതിനെ ലംഘിച്ച് പലയിടങ്ങളിലും മത്സരം നടന്നെങ്കിലും അതൊന്നും തർക്കത്തിലേക്കും വഴക്കിലേക്കും പോയിരുന്നില്ല. എന്നാൽ കൊല്ലം കരുനാഗപ്പള്ളിയിലെ പാർട്ടി വിഭാഗീയത സംസ്ഥാന നേതൃത്വത്തിന് വലിയ തലവേദനയായിരുന്നു. ഒടുവിൽ സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ട് യോഗം വിളിച്ച് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു. ഏരിയ സമ്മേളനം നടത്തേണ്ടേ എന്ന് തീരുമാനിക്കുകയും ജില്ലാ സമ്മേളനത്തിൽ കടക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. അടുത്ത മാസം ആദ്യം നടക്കുന്ന കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ഇത് പ്രതിഫലിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഇതിനൊപ്പമാണ് പത്തനംതിട്ട തിരുവല്ലയിൽ ഉണ്ടായിരിക്കുന്ന പാർട്ടി വിഭാഗീയത. ഏരിയ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും തമ്മിലുള്ള തർക്കത്തിന്റെ പേരിൽ തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. പീഡനക്കേസ് പ്രതിയായ സജിമോനെ എന്ന ആളെ ഏരിയ നേതൃത്വം മുതലുള്ള ആൾക്കാർ സംരക്ഷിക്കുന്നു എന്ന പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിരുന്നു. ഇതിനെതിരെ ജില്ലാ നേതൃത്വം നിലപാട് സ്വീകരിക്കുകയും ലോക്കൽ സമ്മേളന പ്രതിനിധികൾക്ക് നൽകിയ പ്രവർത്തന റിപ്പോർട്ട് തിരികെ വാങ്ങുകയും ചെയ്തു. ഈ മാസം 11-ന് തിരുവല്ല ഏരിയ സമ്മേളനം നടക്കേണ്ടതാണ്. അതിന് മുന്നോടിയായി ലോക്കൽ സമ്മേളനം പൂർത്തീകരിക്കണം. സമവായ നീക്കത്തിന്റെ ഭാഗമായി ജില്ലാ നേതൃത്വം തിരുവല്ല ഏരിയ ലോക്കൽ നേതാക്കളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. പീഡനക്കേസിൽ പ്രതിയായ സജിമോനെ പിന്തുണയ്ക്കുന്നവരെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തരുത് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഒരു വിഭാഗം. തർക്കം തുടർന്നാൽ കരുനാഗപ്പള്ളിയിലേതുപോലെ സമ്മേളനം ഒഴിവാക്കി ജില്ലാ സമ്മേളനത്തിലേക്ക് കടക്കാനുള്ള തീരുമാനമെടുക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അതിനോടൊപ്പം തന്നെ പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ വിമത വിഭാഗം EMS സ്മാരക എന്ന പേരിൽ ഒരു ഓഫീസ് തുറന്നതും നേതൃത്വം ഗൗരവമായി കാണുന്നുണ്ട്. കോൺഗ്രസിൽ നിന്ന് വിട്ട് വന്നയാളെ പാർട്ടി ലോക്കൽ നേതൃത്വത്തിലേക്ക് ഉയർത്തിയതാണ് കൊഴിഞ്ഞാമ്പാറയിലെ പ്രാദേശിക നേതൃത്വത്തെ ചൊടിപ്പിച്ചത്. ജില്ലാ സമ്മേളനത്തിന് മുമ്പ് അവരെ അനുനയിപ്പിക്കാനുള്ള നീക്കം നടത്തണമെന്ന അഭിപ്രായം പാർട്ടിക്കുള്ളിലുണ്ട്. അതേസമയം കോൺഗ്രസിൽ നിന്നെത്തിയ ആളെ ജില്ലാ സെക്രട്ടറിയുടെ താൽപര്യപ്രകാരം ലോക്കൽ സെക്രട്ടറി ആക്കിയതിൽ പ്രതിഷേധിച്ചാണ് കൊഴിഞ്ഞാമ്പാറയിലെ കലാപം എന്ന് പറയുന്നത്. സമാന്തര ലോക്കൽ സമ്മേളനത്തിന് ശേഷം വിമതർ EMS സ്മാരക എന്ന പേരിൽ ഓഫീസ് തുടങ്ങിയതും CPM-ൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവമായി മാറി. ഭാര്യയുടെ പരാതിയിൽ നടപടിയെടുത്തതിന്റെ പേരിലാണ് ബിബിൻ C ബാബു പാർട്ടി വിട്ടത് എന്ന് ആലപ്പുഴയിലെ CPM നേതൃത്വം വിശദീകരിക്കുന്നുണ്ട്. എങ്കിലും പാർട്ടി കുടുംബത്തിലെ നേതാവ് BJP-യിലേക്ക് പോയതിനെ ലാഘവത്തോടെ കാണാനാകില്ല. മുതിർന്ന നേതാവ് G സുധാകരനെ സ്വന്തം നാടായ അമ്പലപ്പുഴയിലെ ഏരിയ സമ്മേളനത്തിന് ക്ഷണിച്ചില്ല എന്ന വിവാദവും ആലപ്പുഴയിലുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്കിനെ തോൽപ്പിക്കാൻ പാർട്ടിയിലെ ഒരു വിഭാഗം പ്രവർത്തിച്ചതായി CPM തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശമുണ്ടായതായാണ് മറ്റൊരു വിവാദം. 2 ഏരിയ കമ്മിറ്റി അംഗങ്ങളും മഹിളാ അസോസിയേഷൻ നേതാവും അടക്കമുള്ളവർ ഇതിനായി പ്രവർത്തിച്ചുവെന്നും പേരെടുത്ത്